ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ട് ബാഗൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളേഴ്സിൽ, നല്ല സൈസസിൽ. അതായത് നമുക്കിപ്പോൾ സൺഡേ കാറ്റഗിസ്റ്റിൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അതിന് പോകാൻ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ഓരോ നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഉള്ള സൈസ് ബാഗുണ്ട് കേട്ടോ. പിന്നെ ടൂർ പോകാനുള്ള ബാഗുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സസിന് ട്യൂഷനൊക്കെ പോകാനുള്ള വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ. അതായത് കുഞ്ഞുങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെയിറ്റ് താങ്ങി പോകണ്ട എന്നാണ് എൻ്റെ ആവശ്യം കേട്ടോ. എൻ്റെ ആഗ്രഹം അതാണ്. അപ്പോൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ബാഗുകൾ കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അകത്തും നല്ല പൗച്ചസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്, ഏതാ കാണിച്ചത് ഏതാ കാണിക്കാത്തതെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടാണ്. പിന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് കൊണ്ടുപോകാം. ഇത് തുണിയാണ്, അകത്ത് ഫില്ലിംഗ് ഉണ്ട്, വാഷ് ചെയ്യാൻ പറ്റും. വാഷിംഗ് മെഷീനിൽ വേണമെങ്കിൽ കഴുകാം, പിന്നെ അല്ലാതെയും കഴുകാം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ഈ സമയത്ത് നമ്മൾ പഠിപ്പിക്കണ്ടേ, ചുമ്മാ എല്ലാം വാഷിംഗ് മെഷീൻ ഇട്ട് പഠിപ്പിക്കാതെ ചുമ്മാ ഒരു ഇച്ചിരി സോപ്പൊക്കെ കൊടുത്ത് ഇച്ചിരി ഇതിലൊക്കെ തോണ്ടിയൊക്കെ ഇങ്ങനെ കഴുകാനൊക്കെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളിങ്ങനെ തോട്ടിലൊക്കെ പോയി ഇരുന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് തോട്ടിലൊക്കെ പോയി ഭയങ്കര അലക്കായിരുന്നു. തോർത്തൊക്കെ എന്ത് അലക്കായിരുന്നു അറിയോ? തോർത്ത് വെളുക്കുന്ന വരെ അലക്കുമായിരുന്നു. തോർത്ത് ഒരു പരിധി കഴിഞ്ഞ് വെളുക്കുമോ. അപ്പോൾ മാഗ്നിസ്കേപ്സിൽ നല്ല തോർത്തുണ്ട് കേട്ടോ. നല്ല തോർത്ത്, നല്ലതായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യുന്ന നല്ല തോർത്തുണ്ട് കേട്ടോ. അപ്പോൾ തോർത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതും പറയാമല്ലോ. ഇനി ഞാൻ ഈ ബാക്ക് പിടിച്ചിരിക്കുമ്പോൾ 2-3 പേര് എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞേ, ചേച്ചി ഈ ബാക്ക് പിടിച്ചിരിക്കുന്ന കട്ടനൊക്കെ നല്ലതാണ്, പക്ഷേ ഈ കട്ടൻ ചേച്ചി ഇങ്ങനെ കാണിക്കാത്തതുകൊണ്ട് ഒരു സുഖമില്ല അത് കാണാൻ. അപ്പോൾ ഇങ്ങ് തുടങ്ങി അങ്ങനെ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ, നല്ല കട്ടനാണ്. ഇതെല്ലാം കോട്ടൺ കട്ടന. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡ് നമുക്ക് കാണത്തില്ല. നമുക്ക് ചില പ്രിൻസൊക്കെ ആൾക്കാർ കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രിൻസൊക്കെ നമ്മൾ കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യുവേ. അപ്പം നിങ്ങളത് ഓർക്കരുത്, ഇത് ഇന്നാളും ഉണ്ടായിരുന്നല്ലോ എന്ന് കേട്ടോ. അപ്പം ചിലതൊക്കെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ കടയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എല്ലാം സെയിലാകുമോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എല്ലാ സാധനവും ഒന്നും ചില സമയത്തൊന്നും സെയിലാകത്തില്ല. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ ഞാൻ പറയുവാണ്. നമ്മളിപ്പോൾ ഏത് ബിസിനസ് ചെയ്താലും ഏത് കാര്യം ചെയ്താലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുള്ളായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു പച്ചക്കറി കടക്കാരനാണെങ്കിലും ആരാണെങ്കിലും, ബെഡ്ഷീറ്റ് കച്ചവടക്കാരി ഞാനാണെങ്കിലും ഇത് മുഴുവനൊന്നും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മുൻകൂട്ടി നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, നമ്മളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ മുൻകൂട്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അക്കോർഡിംഗ്ലി അതുപോലെ തന്നെ വെക്കണം കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ആരി വർക്ക് സാരി ഉണ്ടല്ലോ, അതിൻ്റെ ബെഡ്ഷീറ്റ് ആട്ടോ. അതായത് ഇത് കൈ കൊണ്ട് തന്നെ ചെയ്തതാണ്, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. നല്ല ഞാൻ ചെയ്തതല്ല കേട്ടോ. എന്നോട് ആൾക്കാർ ചോദിക്കും, ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ടാനിയാണോ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ടാനിയല്ല ചെയ്തത്, ടാനിക്ക് ഇത് ചെയ്യാനേ അറിയത്തില്ല. ഇതൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അത്ര ക്ഷമയും അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇത്ര ഫിനിഷിങ്ങിൽ ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു കഴിവും. അതൊരു പ്രത്യേക കഴിവാണ്. കർത്താവ് ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒരു ഭയങ്കര അനുഗ്രഹം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതും നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തുണിയിലൊക്കെ ഇച്ചിരിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കണം. ഒരു ബട്ടൺ ഇടാൻ പോലും ചില കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഒരു ബട്ടൺ പൊട്ടിപ്പോയാൽ പോലും അത് നമ്മളെപ്പോഴും അവരോട് പറയുന്നത് പഠിക്കുക, മിടുക്കരാകുക, അത് ചെയ്യുക. നമ്മൾ ബേസിക് കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കണം. റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഈ ബെഡ്ഷീറ്റ് കച്ചവടക്കാരി എന്തിനാ നേരം വെളുക്കുമ്പോൾ ഇതെല്ലാം പറയുന്നതല്ലേ. ഇനിയുള്ളത് ഇത് കണ്ട, നമുക്ക് നല്ല ടേബിൾ മാറ്റ്സ് അവൈലബിൾ ആണ്. ഇത് സെറ്റ് ഓഫ് 6 ടേബിൾ മാറ്റ് ആണ്. ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ടുള്ള റണ്ണേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള സാധനം അവൈലബിൾ ആണ്. ഇന്ന് ഒത്തിരി കഥകൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പം
ഞാനിങ്ങനെ ആലോചിക്കുവാണേ ഇതിനൊരു പേരുണ്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ മെസ്സേജിൽ ഒരു കുഞ്ഞ് എഴുതിയിരിക്കുന്ന ആൻറ്റി അത് മുസാഫയാണ്, ആൻറ്റി അത് പഠിക്കണം, അത് പറയണം. അപ്പം ഞാൻ അതിൻ്റെ വേറെ ഒരു അതുപോലെയുള്ള, അതായത് ഒരു കാടിനകത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല പുലിയുണ്ട്, കടുവയൊക്കെ ഉണ്ടെങ്കിൽ അത് മുസാഫയാണ് ആൻറ്റി, ആൻറ്റിക്ക് ഒന്നും അറിയത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ആൻറ്റി എന്നാണ് വിളിച്ചത്. ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എന്തായാലും അറിയാമല്ലോ ഒരു കൊച്ചാണ്. അപ്പോൾ ആരാണെങ്കിലും കണ്ട കൊച്ചുങ്ങൾക്ക് നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കതൊന്നും അറിയത്തില്ല. നമ്മളിതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. അത് നമ്മളൊക്കെ കാണുന്ന ഇപ്പോഴാണ് ഈ 19 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കാണും. നമ്മുടെ കുഞ്ഞിൽ ഇതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ബാലരമയും പൂമ്പാറ്റയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് പുറകിലുള്ള കുട്ടൂസിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഡാഗിനി അമ്മൂമ്മയും ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ ഇത് വരും, ഇത് സെൻറ്റർ പോർഷൻ വരും കേട്ടോ. നല്ല രസമാണ് ഇത്. ആൾക്കാർ കുഞ്ഞുങ്ങൾ ഈ വെക്കേഷനൊക്കെ ചവിട്ടി കയറി എല്ലാം കളിച്ച് നടന്നാൽ ഇത് ചെളി പറ്റിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് കഴുകണം. ഇത് ക്യൂൺ സൈസാണ്. ഇതിൻ്റെ വില വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നല്ല ഭംഗിയായിട്ട് ഇത് നമ്മൾ പല കളേഴ്സിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഇത് കണ്ട് ഞാൻ മടുത്തു. എന്നാലും നിങ്ങൾ കാണണമല്ലോ, ഇതെങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിത് കാണിക്കണമല്ലോ. അപ്പോൾ ഇന്നുള്ളത് ഒരു ഒരു ഇഷ്ടിക കളറാണ് കേട്ടോ. ഇഷ്ടികയുടെ കളറാണ്. സൈഡ് ബോർഡർ ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി എല്ലാ ദിവസവും നമ്മുടെ ചേട്ടന്മാർക്ക് ഇഷ്ടമുള്ള ഷീറ്റ് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ലൈനായിട്ടുള്ള ഷീറ്റ് കേട്ടോ, നല്ല ലൈനായിട്ടുള്ള ഷീറ്റ്. ഇത് നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടമാണ്, എന്നാലും അവരെയും നമ്മളെപ്പോഴും ആലോചിക്കണമല്ലോ. അപ്പം നല്ല ഭംഗിയായിട്ട് ലൈനായിട്ടുള്ള വരുന്ന ഒരു നല്ല ഷീറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ഗ്രേ കളറാണ്. ഈ മാഗ്നസ്കേപ്സിൽ വരുമ്പോഴില്ലേ നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എന്നെപ്പോലെയാണ്. ഈ നമ്മുടെ കടയിൽ ആക്ച്വലി ഇവിടെ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മളോട് സ്നേഹമുള്ളവരും നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെയല്ല വരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം കാണിച്ചു തരും കേട്ടോ, നന്നായിട്ട് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ 2 വലിയ പില്ലോ കവേഴ്സ്. അപ്പോൾ ഇവിടെ വന്നും വാങ്ങിക്കാം, ഓൺലൈനിലും വാങ്ങിക്കാം. ഞാനിവിടെ കോട്ടൺ ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞാൽ അത് കോട്ടൺ ബെഡ്ഷീറ്റാണ്. മിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മിക്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റാട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷീറ്റാണ്. ഇത് കണ്ടോ, അതായത് നല്ല പ്രകാശമായിട്ടിരിക്കുന്ന, നല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രോബ്ലംസ് വന്നാലും എന്ത് നെഗറ്റീവ് മറ്റുള്ളവർ പറഞ്ഞാലും നമ്മളെപ്പോഴും നല്ല സന്തോഷത്തോടെ, നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ മനസ്സിലും നല്ല സന്തോഷത്തോടെ വരണം. നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോസിറ്റീവായിട്ട് ഒരു റെസ്പോൺസ് കിട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയും. ആ നെഗറ്റീവിനെ കുറിച്ച് ഓർത്ത് നിങ്ങളാരും വിഷമിച്ച് അവിടെ ഇവിടെ ഒന്നും ഇരിക്കരുത് കേട്ടോ. ഇന്നുണ്ടാക്കിയ കറി നല്ലതല്ല എന്ന് പറഞ്ഞാലും നിങ്ങളത് മടുക്കരുത്. കാരണം നാളെ നമ്മൾ അതിലും നന്നായിട്ട് ഉണ്ടാക്കണം. അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് നിങ്ങൾ ചീത്തയായി ചെയ്യില്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഒത്തിരി കുറ്റപ്പെടുത്തും ആൾക്കാർ, അത് ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല ഷീറ്റ് കേട്ടോ. ചില ആൾക്കാർ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അത് അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ പോസിറ്റീവായിരിക്കും, അവർ നെഗറ്റീവായിരിക്കും. അപ്പം നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റത്തേയില്ല. അപ്പം നമ്മൾ അവിടെ തളർന്നു പോകാതെ നമ്മുടെ അന്നന്നത്തെ ജോലി നന്നായിട്ട് ചെയ്ത് നല്ല മിടുക്കരായിട്ട് മുന്നോട്ട് പോയാലാണ് നമുക്ക് നല്ല സന്തോഷവും മനസ്സമാധാനവും കിട്ടും. പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ഗുണമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ നന്നായി ചെയ്താലേ കിട്ടത്തുള്ളേ. ഇനിയുള്ളത് അടുത്ത ഷീറ്റ്. എന്നാ രസമല്ല ഇന്നത്തെ ഷീറ്റ് എല്ലാം കാണാം. ഇന്ന് വാചകപടിയായിരുന്നു കൂടുതൽ, ബെഡ്ഷീറ്റ് കുറവാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇതെല്ലാം ക്യൂൺ സൈസ് ബെഡ്ഷീറ്റാണ്. എല്ലാം തിക്ക് കോട്ടൺ ആണ്. നല്ല കളർ ഗ്യാരൻറ്റിയോട് കൂടിയ
ഷീറ്റാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. മാഗ്നിസ്കേപ്സിന് കടയിൽ വരാൻ നല്ല എളുപ്പമാണ്. എറണാകുളത്ത് വൈറ്റിലേന്നും കടവന്ത്രയെന്നും MG റോഡിൽ നിന്ന് എല്ലാം വരുന്ന ആൾക്കാർക്ക് മെട്രോ പില്ല നമ്പർ 795 നോക്കി അവിടെ അകത്തോട്ടുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. ഈ ചെറുപറമ്പത്ത് റോഡ് ഒരു പാരലൽ റോഡാണ്. അപ്പോൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു 100 മീറ്റർ ഒക്കെ കഴിയുമ്പോൾ മാഗ്നിസ്കേപ്സിൻ്റെ റൈറ്റ് സൈഡിൽ റൗണ്ട് ബോർഡാണ്. അങ്ങോട്ട് വന്നാൽ നമ്മുടെ അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇനി അവിടെ വേറെ വണ്ടികളുണ്ടെങ്കിൽ ബാക്ക് സൈഡിലും നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ നമ്മൾ ടെൻഷൻ വേണ്ട, ടെൻഷൻ ഇല്ലാതെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് നന്നായിട്ട് ചെയ്യണം. ആരോടും വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. ആര് നെഗറ്റീവ് പറഞ്ഞാലും അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ നല്ല മിടുക്കരാണ്. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഫോട്ടോസ് കണ്ടിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കണം. പിന്നെ വാട്സപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ചില അമ്മച്ചിമാർ അവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുമല്ലോ, നമുക്കൊന്നും എല്ലാം ഒന്നും അറിയത്തില്ലെന്നേ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടുത്തെ പിള്ളേർ ഞങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.